ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മെ മറ്റുള്ളവർ എന്തു തന്നെ പറയുകയാണെങ്കിലും അതിലൊന്നും തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നല്ലത് പറഞ്ഞാലും അത് അവരിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു ചെല്ലുക. ചീത്ത പറയുകയാണെങ്കിൽ നമ്മളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. അതിനാൽ പൊന്നായിരിക്കുന്ന ഒന്നിനെ പിച്ചള എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പിച്ചളയായി തീരുകയില്ല. അത് പൊന്ന് തന്നെയായിരിക്കും. അപ്രകാരം പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനി തെല്ലും. നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല, ഒന്നും പറയാതെ ശാന്തനാകൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ പൊന്നായിരിക്കുന്ന ഒരു സാധനത്തെ വേറൊരാൾ പിച്ചള 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 എത്ര പറഞ്ഞാലും അത് പിച്ചളയാവുകയില്ല. അതുപോലെ നമ്മെ മറ്റുള്ളവർ ദുഷിച്ച് സംസാരിച്ചാലും നമുക്കൊന്നും സംഭവിക്കാനില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനി തെല്ലും. ആ പൊന്നിന് അല്പം പോലും മാറ്റം വരുന്നില്ല. അതിൻ്റെ ഗുണത്തിനും അതിൻ്റെ മേന്മയ്ക്കും ഒരു കുറവും സംഭവിക്കുന്നില്ല. നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല. അതുപോലെ നമ്മളെ ഒരാൾ ദുഷിക്കുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. ആ ദുഷിച്ചതുപോലെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരുന്നാൽ. തെറ്റുകൾ ചെയ്ത ശേഷമാണ് മറ്റൊരാൾ നമ്മെ ദുഷിക്കുന്നതെങ്കിൽ മേലിൽ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയും ഇവിടെ ദുഷിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഓർമ്മിക്കുക. കാരണം പൊന്നായിരിക്കുന്ന ഒന്നിനെ പിച്ചള എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പിച്ചളയാകാത്തതുപോലെ തെറ്റ് ചെയ്യാത്ത നമ്മൾ ഒരിക്കലും തെറ്റുകാരായി ഭവിക്കുകയില്ല. അതിനാൽ കയർത്ത് നമ്മൾ പ്രതികരിക്കാതെ അതിനെ നമ്മൾ ശാന്തനായി അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അതാണ് പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനു തെല്ലും. നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല, ഒന്നും പറയാതെ ശാന്തനാകൂ. നമ്മളൊന്നും പ്രതികരിക്കാതെ ശാന്തനായിരിക്കൂ. നമ്മളുടെ സമാധാനത്തിന് ഒരു കുറവും അപ്പോൾ ഉണ്ടാവുകയില്ല. നമ്മൾ അതിന് തുല്യമായി കയർത്ത് അവരെ പോലെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് ഒരു വശത്ത് സഹനവും ക്ഷമയും ഉണ്ടെങ്കിൽ അവിടെ സൗമ്യത കൈവരിക്കാൻ എളുപ്പമാണ്. ഹരേ കൃഷ്ണ.